കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറേ നല്ല സിനിമകളും സീരീസുകളൊക്കെ റെക്കമെൻഡ് ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം ബുഗോണിയിൽ നിന്ന് തുടങ്ങാം. ഈ വർഷത്തെ ഓസ്കാറിൽ 4 നോമിനേഷൻ പോയിട്ടുള്ളൊരു പടമാണ്. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ആക്ട്രസ്, ദെൻ ബെസ്റ്റ് ഒറിജിനൽ സ്കോർ ആൻഡ് സ്ക്രീൻ പ്ലേ, അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ. സോ ഇത് ഓൾറെഡി 2003 എന്തോ ഇറങ്ങിയ ഒരു കൊറിയൻ പടത്തിൻ്റെ റീമേക്കാണ്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ദിസ് ഫിലിം ഈസ് സോ ഗുഡ്. ഇതൊരു സൈഫൈ ടച്ചുള്ള, സൈഫൈ എന്ന് പറഞ്ഞാൽ ഒരു ആ ഒരു മോഡിൽ ഇതെന്ന് എന്താണെന്നുള്ളത് അതിൻ്റെ സ്പോയിലർ സാധനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ സിനിമയുടെ മെയിൻ അതിലൊരു പ്ലോട്ട് ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഓക്സോലിത്ത് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി, ഒരു ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഒരു ഫാർമ കമ്പനി എന്ന് വെച്ചോ. സോ ഈ കമ്പനിയുടെ ഏറ്റവും താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്ന 2 പേര്, ഒരു ബീ കീപ്പേഴ്സ് ആയിട്ടുള്ള 2 പേര്. ഈ പിള്ളേർ ഒരു കോൺസ്പിറസി തിയറിയുടെ ഒക്കെ പുറകെ നടക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ അറിയില്ലേ, അത് കോൺസ്പിറസി ശരിയാണെന്ന് കണ്ടുപിടിക്കുന്ന കുറേ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ റിവീൽ ചെയ്ത് വരുന്നത്. ഇതേപോലത്തെ കുറേ കോൺസ്പിറസി തിയറീസ് ഉണ്ട്. നമുക്ക് പറയാം, മറ്റേ ഏരിയ 51 മുതൽ ഒരുപാട് ഇങ്ങനത്തെ തിയറീസ് ഉണ്ട്. അതേപോലെ ഇവർ വർക്ക് ചെയ്യുന്ന ഈ ഓക്സോലിത്ത് എന്ന് തന്നെ പറയുന്ന ഒരു കമ്പനിയിലെ മെയിൻ സിഇഒ, അതിന് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ എമ്മ സ്റ്റോണിൻ്റെ ക്യാരക്ടർ, ആ വ്യക്തി വേറെ ഏതോ ഗാലക്സിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഏലിയൻ ആണെന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാവരും കൂടി, ഇവർ 2 പേരും കൂടി അബ്ഡക്റ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോയിട്ട് പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്. സോ ഈ ബീ കീപ്പേഴ്സ് ആയിട്ടുള്ളവരുടെ ഈ ഒരു കോളനി മുഴുവൻ നശിക്കാൻ കാരണം ഈ ഓക്സോലിത്തിൽ പർട്ടിക്കുലർ കെമിക്കൽസിൻ്റെ ലീക്കാണ്. സോ ഈ സിഇഒ വന്നത് തന്നെ ഭൂമിനെ മുഴുവൻ നശിപ്പിക്കാനാണെന്നൊക്കെ വിചാരിച്ചിട്ട്, അവർ ഏലിയൻ ആണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ തട്ടിക്കൊണ്ട് പോകുന്നത്. സോ അവർ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ അന്വേഷണമായി, അവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളായി. അതിൻ്റെ ഇടയിൽ ഇവരൊരു ബങ്കറിലാണ് ഇവരെ കൊണ്ട് സൂക്ഷിച്ചിട്ടുള്ളത്. സോ എന്താണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്താണ് ഇവരുടെ ഒരു എന്താവും എന്നുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്. ഇത് എന്താവും എന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് കണ്ടു തന്നെ ആസ്വദിക്കണം. കാരണം ഇതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ പിന്നെ എന്തെല്ലാം എല്ലാം സ്പോയിലറായി പോയി പടത്തിൻ്റെ. സോ ഒരുപാട് ഫാസ്റ്റ് പേസുള്ള ഭയങ്കര ഒരു പക്കാ ത്രില്ലർ സാധനം എന്നൊന്നുമല്ല, വല്ല സ്ലോ പേസിലാണ് ഈ ഒരു പടം പോവുക. പക്ഷേ അതിൻ്റേതായ രീതിയുണ്ട്, അതിൻ്റേതായ ശൈലിയുണ്ട്. ഒരു A24 പടമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. ഒരു A24 പടത്തിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇതിലുണ്ട്. ആൻഡ് ഇതിൻ്റെ ആ ഒരു പ്ലോട്ട് പുതുമയുള്ളതെന്ന് ചോദിച്ചാൽ, ഇതിന് മുമ്പ് പല സിനിമകൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു മേക്കിങ്ങും ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ് വിധവും ഒക്കെ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് എമ്മ സ്റ്റോണിൻ്റെ ഒക്കെ അഭിനയം നല്ല അടിപൊളിയാണ്. ദെൻ ജെസ്സി പ്ലെമൻസിൻ്റെ, ഇവരുടെ 2 പേരുടെയും പീക്ക് പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപക്ഷെ ബെസ്റ്റ് ആക്ട്രസിലേക്കൊക്കെ എമ്മ സ്റ്റോൺ ഈ സിനിമയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ തല ഷേവ് ചെയ്യുന്നത് അതൊക്കെ ഒറിജിനലായിട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. സോ ഈ സിനിമ ജസ്റ്റ് ഒരു നോർമൽ റാൻഡം ഒരു സൈഫൈ ഡ്രാമ എന്ന മോഡിലുള്ളൊരു പടമല്ല. പക്ഷേ കുറേ ഡീപ്പറായിട്ടുള്ള സാധനങ്ങളും സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഒരു ബ്ലാക്ക് കോമഡി രീതിയിലാണ് ഇതെല്ലാം തന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും ഇവരുടെ പെർഫോമൻസൊക്കെ കാരണം തന്നെ സിനിമാറ്റോഗ്രഫി സോ ഗുഡ്, നല്ല സൗണ്ട് ട്രാക്കും ഉണ്ട്. സോ മൊത്തത്തിൽ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്നൊരു പടമാണ്. ഇത് തിയേറ്ററിലൊക്കെ ഇവിടെ ഒരുപാട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് കാണാൻ പറ്റിയിരുന്നില്ല, പാലക്കാടൊന്നും അങ്ങനത്തെ വരാറില്ല. ആൻഡ് ഇപ്പോൾ ഇത് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്, OTT ഉണ്ട്. നമ്മളിവിടെ OTT പ്ലാറ്റ്ഫോമിലുണ്ടോ എന്നറിയില്ല, ഡിജിറ്റലി ഈ സാധനം അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമാർന്ന ഒരു ബ്ലാക്ക് കോമഡി സൈഫൈ ജോണറിലുള്ള സിനിമ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പടം പക്ഷേ ബെസ്റ്റ് പിക്ചറിനുള്ള സാധനമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ നോമിനേഷൻ ലിസ്റ്റിലുള്ള പടങ്ങളെല്ലാം ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന പടങ്ങളാണ്. പക്ഷേ ബെസ്റ്റ് പിക്ചറിനുള്ളതൊന്നുമില്ല, എങ്കിലും നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്ന നല്ലൊരു വാച്ച് തന്നെയാണ്. ചെറിയൊരു പടമാണ്, ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ അങ്ങനെ എന്തോ ഉള്ളൂ, ചെറിയ റൺ ടൈമേ ഉള്ളൂ. സോ വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് ഇവർ പറയേണ്ട കാര്യങ്ങൾ നീറ്റായിട്ട് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ തട്ടിക്കൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ ഇതിൻ്റെ ആദ്യത്തെ 5 മിനിറ്റിൽ തീരും. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ഇങ്ങനെ കിടക്കുന്നത്. സോ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ ഒരുപാട് നല്ല സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. റീസെൻ്റ്ലി ഈ ഗ്യാപ്പ് എടുത്ത സമയത്ത് നമ്മുടെ സോറെ കണ്ടു, വൈഫ് ഫ്രം ഫ്യൂച്ചർ. എനിക്ക് ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം സിനിമയെ പറ്റി. ദെൻ ഇതുപോലെ കുറേ നമ്മുടെ ഹാംനെറ്റ് എന്ന പടവും, ദെൻ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ്, ടാസ്ക് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, ദെൻ ചെയർ കമ്പനി എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യേണ്ടത് നമുക്ക് വഴിയേ വരാം. സോ ബുഗോണി കണ്ടു നോക്കുക. ബുഗോണി ഈ പറഞ്ഞ പോലെ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടുവരുന്നെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.